പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ അവ്യക്തത തുടരുന്നു. ബ്ലൂ കോർണർ നോട്ടീസിൽ മറുപടി ലഭിച്ചാലേ തുടർ നടപടി സാധ്യമാകൂ. രാഹുലിന്റെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ കൂടി നൽകിയതോടെ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ നീളാനാണ് സാധ്യത. പുതിയ അന്വേഷണ സംഘത്തിന് കേസിൽ കാര്യമായ ഇടപെടൽ നടത്താനായിട്ടില്ല. പ്രതി വിദേശത്തേക്ക് കടന്നതോടെ ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയ പോലീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. തുടർ നടപടി എന്നോണം റെഡ് കോർണർ നോട്ടീസിന് ശ്രമിച്ചാൽ പോലും അന്താരാഷ്ട്ര വിഷയത്തിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയും വിരളമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ പ്രതിയെ പിടികൂടുകയെന്നത് പോലീസിന് വെല്ലുവിളിയായി തുടരും. കേസിൽ ഗാർഹിക പീഡനം, വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ പോലീസ് ചേർത്തുവെങ്കിലും രാഹുലിന്റെ രണ്ടാം വിവാഹത്തിലെ നിയമസാധുതയിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യ വിവാഹം നിയമപരമായി വേർപെടുത്താത്തതും പറവൂരിലെ പെൺകുട്ടിയുമായി വിവാഹം കഴിഞ്ഞത് രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതും കോടതിയിൽ ചോദ്യങ്ങൾക്കിടയാക്കും. പ്രതിയുടെ ബന്ധുക്കൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെ ചോദ്യം ചെയ്യലും വൈകാനാണ് സാധ്യത. നേരത്തെ നൽകിയ നോട്ടീസുകൾ പ്രകാരം പോലീസിന് മുന്നിൽ ഹാജരാകാതിരുന്ന പ്രതിയുടെ അമ്മയും സഹോദരിയും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ പോലീസ് നീക്കം നടത്തിയെങ്കിലും രാജേഷിന് ജാമ്യം നൽകിയ കോടതി പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ട് തള്ളുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കരുതലോടെ നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പ്രതിയെ തുടക്കത്തിലെ പിടികൂടാതെ വിദേശത്തേക്ക് കടക്കാൻ അവസരമൊരുക്കിയതിൽ പന്തീരങ്കാവ് പോലീസിനുണ്ടായ വീഴ്ചയിൽ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്.